ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ ആലപ്പുഴയിലേക്ക് പോയൊരു ട്രിപ്പിൻ്റെ വ്ളോഗാണ്. നമ്മളെ കൂട്ടോ ഈ വണ്ടി നമ്മളെ കൂട്ടോ. നമ്മളും പിന്നെ അനിയൻ്റെ ഫാമിലിയും കൂടിയാണ് പോയത്. ഇവിടെ മിന്നുവിനെ അറിയില്ലായിരുന്നു നമ്മളും ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സർപ്രൈസാണ് ഇപ്പോൾ കണ്ടത്. അപ്പം നമ്മുടെ ചെക്കിൻ ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ രാവിലെ അല്ല, ഞങ്ങൾ കുറച്ച് ഇറങ്ങാൻ തന്നെ കുറച്ച് ലേറ്റായി. അത് കഴിഞ്ഞ് നമ്മളൊരു 2 മണിയായപ്പോൾ ആലപ്പുഴ എത്തി. അവിടെ നിന്ന് തന്നെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് നല്ല ട്രാഫിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ആലപ്പുഴ എത്തുന്നവരെ വഴിയിൽ ഫുള്ള്. പിന്നെ അവിടെ നിന്ന് ലഞ്ചും കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസോർട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. പിന്നെ അത് അടുത്ത് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ റിസോർട്ട് എത്തി. നമ്മൾ റിസോർട്ട് കയറുമ്പം തന്നെ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ്, നല്ല എന്താ പറയുക, ഭയങ്കര ഹ്യൂജ് പ്രോപ്പർട്ടിയാണ് ഇവരുടെ. ഇതാണ് റിസോർട്ട്, പുന്നമട റിസോർട്ട്. നിങ്ങളൊക്കെ ഈ സ്ഥലം കേട്ടിട്ടുണ്ടാവും. പുന്നമട ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പം ഇതാണ് അവിടെ റിസപ്ഷൻ ഏരിയ. നമ്മൾ റിസപ്ഷനിലേക്ക് പോയി സൈനിങ് ഫോർമാലിറ്റീസൊക്കെ ചെയ്തു. ID കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ച് പിന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. മാംഗോ ജ്യൂസായിരുന്നു. അപ്പോൾ കുട്ടികൾ വണ്ടിയിൽ നിന്നേ ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു. റിസോർട്ട് എത്തിയ ഉടനെ നമ്മൾ ഡ്രസ്സ് മാറി ഡയറക്റ്റ് പൂളിലേക്കായിരിക്കും പോവുക. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഫുൾ പ്ലാനിങ്ങിലാണ്. നമുക്ക് റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് പൂളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് റിസപ്ഷൻ ഏരിയ തന്നെ അവരുടെ എന്താ പറയുക, റിസോർട്ട് ഫുള്ളൊരു വിൻറ്റേജ് തീമാണ്. നമ്മുടെ പഴയ തറവാടും അങ്ങനത്തെ കാര്യങ്ങളില്ലേ, ആ ഒരു കൺസ്ട്രക്ഷനാണ് ഇവരുടെ. അപ്പോൾ ഇതാണ് ലഗേജ് കൊണ്ടുപോകേണ്ട വണ്ടി വന്നപ്പം അവർക്ക് അതിൽ തന്നെ പോകണം. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ കയറിക്കോട്ടെ, കുഴപ്പമില്ല എന്ന്. അവർക്ക് അതും ഭയങ്കര കൗതുകമായിട്ട്, അത് ഫുള്ളി ട്രിപ്പ് മോഡായിരുന്നു. അപ്പോൾ അതിൽ അവർ റിസോർട്ടിലേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങളും അവരുടെ ബാക്കിലേ പോയി. കണ്ടോ, ഇതാണ് കോട്ടേജസ്. അവർക്ക് ലേക്ക് വ്യൂ കോട്ടേജ് ഉണ്ടായിരുന്നു, ഗാർഡൻ കോട്ടേജ്, പിന്നെ പൂൾ വ്യൂ. നമ്മൾ ആപ്പ് വഴിയല്ല ബുക്ക് ചെയ്തത്. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആയത് കാരണം നമുക്ക് അങ്ങനെ ഒരുപാട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കിട്ടിയില്ല. 2 റൂമേ അവൈലബിൾ ആയിട്ടുണ്ടായാലും അത് നമ്മളെടുത്തു. അത് പൂൾ വ്യൂ ആയിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് അടിപൊളി വ്യൂ, പൂൾ വ്യൂ സൂപ്പറായിരുന്നു. നമ്മളെ കോട്ടേജ് തുറന്ന ഉടനെ നമ്മൾ കാണുന്നത് പൂളായിരിക്കും. ഇതാണ് നമ്മൾ താമസിച്ചത്. ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫുള്ളി വിൻറ്റേജ് തീമാണ് ഇവരുടെ ഫുൾ റിസോർട്ട്. അപ്പോൾ ഒരു ചാര് കസേര, അതിനുവേണ്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതിൽ തന്നെ ഇരിക്കണം. പിന്നെ ഇതാണ് വാഷ് ഏരിയ. പിന്നെ ഇവിടെ നല്ല വീഡിയോസൊക്കെ എടുക്കാമായിരുന്നു, പക്ഷെ ഞാനതൊന്നും ഓർത്തില്ല. പിന്നെ ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് കണ്ടോ, നമ്മൾ പഴയ തറവാട്ടിലുണ്ടാവില്ലേ ഡോറും ആ കുറ്റി ഇടുന്നതൊക്കെ, അത് സെയിം അതുപോലെ. പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ എന്താ പറയുക സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഓപ്പൺ ബാത്റൂമാണ്. നമ്മുടെ ആ ഒരു നെറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. പിന്നെ ബക്കറ്റും മഗ്ഗും എല്ലാം ഇങ്ങനെ കുടം ഷേപ്പിലായിരുന്നു, കുടം പോലെ ഇരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് ഫ്രഷായി ഡ്രസ്സും മാറിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൂളിൽ ഇറങ്ങാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും എടുത്തു. പിന്നെ ഇത് കണ്ടോ, നേരെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ലേക്ക് വ്യൂ ആണ്. അവിടെ എത്തിയപ്പോഴാണ് എന്തോ ഒരു ഭംഗി. ഇത്രയും നമ്മൾ ഇതിനു മുമ്പും ആലപ്പുഴ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അത് ശരിക്കും റിസോർട്ടിൽ നിന്ന് നേരത്തെ കാണിച്ച ആ വഴി ഇറങ്ങിയ ഉടനെ കാണുന്നൊരു വ്യൂ ആണ്. ഇവിടെ ഫുൾ ഹൗസ് ബോട്ടാണ്. ആ ലേക്ക് നിറച്ചും ഹൗസ് ബോട്ട്സും പിന്നെ പല ടൈപ്പ് ബോട്ടുകളായിരുന്നു. അവിടെ കുറേ നേരം നിന്നു. അപ്പോഴേക്കും മഴ പെയ്തു. നമ്മൾ റൂമിനകത്ത് കയറി. കുട്ടികളാകെ മൂഡ് ഔട്ടായി. മഴ മാത്രമല്ല, ഇടിമിന്നലും ആയത് കാരണം പൂളിൽ ഇറക്കിയില്ല. പിന്നെ കുറച്ച് നേരം മുറ്റത്ത് അവർ ജസ്റ്റ് അവിടെ മഴ നനഞ്ഞു പാട്ടും ഡാൻസും കളിച്ച് വീണ്ടും റൂമിൽ കയറി കുറേ നേരം ഇരുന്നു. കുറേ നേരം വർത്തമാനവും പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് മഴ കുറഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയായി. എന്നിട്ടും നമ്മൾ ഇറങ്ങി. നമ്മളൊരു 7:30-8 മണിയായപ്പം പൂളിലിറങ്ങി. പിന്നെ കുറേ നേരം പൂളിൽ കളിച്ചു.
കുറേ നേരം പൂളിൽ കിടന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. നമ്മൾ റൂമിൽ പോയി ഫ്രഷായി ഡ്രസ്സ് മാറിയിട്ട് ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ നമ്മൾ അവിടെ നിന്ന് റൈസാണ്, മെയിൻലി റൈസും പിന്നെ 2 കറിയുമാണ് ഓർഡർ ചെയ്തത്. എല്ലാവരും ടയേർഡായിരുന്നു, ശരിക്കും വിശന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ ഫുഡും കഴിച്ചു. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് സൈഡിൽ, ആ ലേക്കിൻ്റെ സൈഡിൽ തന്നെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ്. അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. കുറച്ച് ലേറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയി. പിന്നെ ഉറങ്ങാൻ തന്നെ കുറച്ച് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ റിലാക്സ് മോഡിലായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ എന്നിട്ട് നമ്മളൊരു 7 മണിയായപ്പോഴേ എണീച്ച്. ആദ്യം പ്ലാൻ ഇട്ടു 6 മണിക്ക് എണീക്കാന്ന്. ഇതാണ് നമ്മൾ താമസിച്ച കോട്ടേജ്. അവിടെ നിന്ന് നേരെ ഈ പൂൾ വ്യൂ. നമ്മൾ 6 മണിക്ക് എണീക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ രാത്രി ഒരുപാട് ലേറ്റായി കിടന്നപ്പം അത് കാരണം പിന്നെ 7 ആയി. നമ്മൾ 7 മണിയായപ്പോൾ എണീച്ചു. പിന്നെ ഏട്ടൻ കുട്ടികളുടെ കൂടെ ഇരുന്നു. അവർ എണീച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാനും ദിവ്യയും കൂടെ റിസോർട്ട് ഫുള്ളൊന്ന് ഈ രാവിലത്തെ ഒരു വ്യൂ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി. ഇതാണ് അവർ താമസിച്ചത്. പിന്നെ അവിടെ നമ്മൾ നടന്ന് ഈ വഴിയിലൂടെ പോയി. ഇതിലേ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ ഡയറക്റ്റ് ലേക്കാണ്. പിന്നെ കുറച്ചും കൂടെ നടന്ന് ഈ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ റെസ്റ്റോറൻറ്റ് ഏരിയ. ഇത് കണ്ടോ, റെസ്റ്റോറൻറ്റ് സൈഡിലാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഏരിയ ആണിത്. ഇതാണ് രാവിലത്തെ വ്യൂ. മോർണിംഗ് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ ഒരു സൗണ്ടും ഇല്ല, ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഞാനും ദിവ്യയും കൂടെ അവളുടെ കുറച്ച് വ്ളോഗ്സ് എടുക്കണമായിരുന്നു. അപ്പം നമ്മളവിടെ ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ അത് കണ്ടോ, ആ നേരെ കാണുന്നതാണ് ഹൗസ് ബോട്ട്. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ എന്ത് ചെറുതായിട്ടല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഫുള്ളിലേക്ക് നിറയും. ആ കാണുന്നതെല്ലാം ബോട്ട്സാണ്. പിന്നെ ഇവർക്ക് തന്നെ ഒരു പ്രൈവറ്റ് ബോട്ട് ഉണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കിയില്ല, അത്രയും ടൈം ഉണ്ടായിരുന്നില്ല. ഇതാണ് അവരുടെ പ്രൈവറ്റ് ബോട്ട്. ഇതിൻ്റെ ബുക്കിംഗ് എന്തോ ഉണ്ട്, ഇവിടെ നിന്നും അവർ കൊണ്ടുപോകും തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടനും കുട്ടികളൊക്കെ എണീച്ച് വന്നു, ഓരോരോ ആളായിട്ട് എണീച്ച് വന്നു. അവരെ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പകുതി ഉറക്കത്താണ് എല്ലാവരും. പിന്നെ അവർക്ക് ഇൻഡോർ ഗെയിം കളിക്കണമായിരുന്നു. തലേദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇൻഡോർ ഗെയിം കളിക്കണം. അത് റിസപ്ഷൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അവർ വിളിച്ചപ്പോൾ തന്നെ എണീച്ച് വന്നു എല്ലാവരും. ഇതാണ് ആ വഴി പോകുമ്പോൾ അവർ ഊഞ്ഞാൽ കണ്ട് അങ്ങനെ കുറേ നേരം ഊഞ്ഞാലിൽ കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇൻഡോർ ഗെയിംസ് കളിക്കാൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു, ബഫേ ആയിരുന്നു. ഓക്കെ ഫുഡായിരുന്നു രാവിലത്തേത്. ഡിന്നറിൻ്റെ അടിപൊളി ഫുഡായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിരുന്നു. അപ്പം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, കുറേ ഓട്സ് ഉണ്ടായിരുന്നു, പൂരി, ഇഡ്ഡലി, പിന്നെന്താ ഓംലെറ്റ് ഉണ്ടായിരുന്നു, ജ്യൂസ്, ഫ്രൂട്ട്സ്, പിന്നെ കോൺഫ്ലേക്സ്, ബ്രെഡ് എല്ലാം ഉണ്ടായിരുന്നു.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് റൂമിലേക്ക് പോയി ഫ്രഷായി ഇറങ്ങി. നമ്മളെ ചെക്കൗട്ട് ടൈം ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കൂടെ അവിടെ കളിച്ചു. എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബോട്ടിങ്, കുറേ ബോട്ട് അങ്ങനെ ലേക്കിൽ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോട്ട് പോകണം വേണ്ട എന്നുള്ളൊരു 2 മൈൻഡായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ പോയി. എന്തായാലും ബോട്ടിങ് അതുവരെ പോയതല്ലേ, എന്നാൽ പിന്നെ ബോട്ടിങ്ങും കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ബോട്ട് കയറി. എനിക്ക് ഒന്നാമത് വെള്ളം ഭയങ്കര പേടിയാണ്. ഞാൻ പൂളിൽ പോലും ഇറങ്ങും, പക്ഷേ അറ്റത്തായിരിക്കും നിൽക്കുക. പക്ഷെ ഇന്നലെ ദിവ്യ എന്നെ പിടിച്ച് പൂളിലിറക്കി ആ അറ്റം വരെ കൊണ്ടുപോയി, പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ആ ട്യൂബ് ഇട്ടിട്ട്. പിന്നെ നല്ല രസമായിരുന്നു. പക്ഷേ ആ പേടി കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇറങ്ങാണ്ട് നിൽക്കും. പക്ഷെ ഇന്നലെ ഫുള്ള് ഇറങ്ങി. എന്നിട്ട് നമ്മൾ പൂളിൽ ഇതുപോലെ തന്നെ ഈ ബോട്ടിൽ ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ സ്റ്റാച്യു പോലെ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് ആ എൻഡ് ഐലൻഡ് ആക്ച്വലി 3 hours ആണ് ബോട്ട് നമുക്കുള്ളത്. അപ്പോൾ അപ്പുറത്തെ ഐലൻഡ് വരെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഫുഡും കഴിച്ച് തിരിച്ചു വരും. അങ്ങനെയാണ് ടോട്ടൽ 3 hours. അപ്പോൾ ബോട്ടിൽ ഞാൻ ആക്ച്വലി അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ ഞാൻ സ്റ്റാച്യു പോലെ ഇരിക്കുകയായിരുന്നു. ബോട്ട്, വെള്ളം എല്ലാം കൊണ്ടും ഒരു പേടിയോ ടെൻഷനോ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു ആദ്യത്തെ കുറച്ച് സമയം. അത് കാരണം എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു മൊമെൻ്റ് എനിക്ക് ശരിക്കും എൻജോയ് പോലും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞ് എനിക്ക് റിലാക്സായി. കുറേ അങ്ങ് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി വന്ന്. തിരിച്ചുള്ള യാത്ര അടിപൊളിയായിരുന്നു. ഞാൻ ശരിക്കും മനസ്സും കൊണ്ട് എൻജോയ് ചെയ്തൊരു മൊമെൻറ്റ്. നമ്മൾ പറയില്ലേ, പേടിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ പേടി പോവുള്ളൂ. അതെന്ത് സത്യമാണെന്നറിയോ. അടിപൊളി മഴ, പിന്നെ നമ്മൾ ഫുൾ നനഞ്ഞിരിക്കുകയായിരുന്നു. ബോട്ടിലിങ്ങനെ ആ തണുത്ത കാറ്റും, ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ തിരിച്ച് വരുമ്പം കുറച്ച് ധൈര്യം വന്നു. ഞാൻ എന്നിട്ട് ആ യെല്ലോ കളർ ആ സീറ്റിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പേടിയുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ആരെങ്കിലും കൂട്ടിയിട്ട് പോവുക, പേടിയുള്ള കാര്യം ചെയ്യുക. അപ്പോൾ കുറേ അത് മാറും. നാലര 4:45 നമ്മൾ തിരിച്ചിവിടെ ടെർമിനലെത്തി. ഇതാണ് അവരുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും. അതും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വിട്ട്. അപ്പം ഇനി അങ്ങോട്ട് കുറച്ച് ഫോട്ടോസായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.